പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ പാസ്റ്റർ രാജൻ പറടോട് എൻ്റെ അനുഭവ സാക്ഷ്യവുമായിട്ട് കടന്നു വരുവാൻ കർത്താവ് തന്ന ഈ വിലയേറിയ കൃപകൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ കുറേ വർഷങ്ങളായി ഞാൻ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യക്കകത്തും പുറത്തും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇനി ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. ഞങ്ങളെ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇന്ന് പകലിൽ എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാനാണ് ഈ ക്യാമറയുടെ മുന്നിലേക്ക് കടന്നു വന്നത്. എൻ്റെ മുൻകാല ചരിത്രം, ഒരപ്പനും അമ്മയ്ക്കും 5 മക്കളാണ് ഞങ്ങൾ. എൻ്റെ അപ്പൻ തമിഴ്നാട് സ്വദേശി, തമിഴ്നാട് മാർത്താണ്ഡം ഇലവള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു ക്ഷേത്രവും പൂജയും വഴിപാടുകളുമായിട്ട് കഴിഞ്ഞ ഒരു കുടുംബം. വിഗ്രഹങ്ങൾക്ക് അടിമയായി കിടന്ന ഒരു കുടുംബമാണ് എൻ്റെ പിതാവിൻ്റെ കുടുംബം. ആ കുഞ്ഞുനാളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മാതാവിന് ഒരു അസുഖമുണ്ടായിരുന്നു. പല ചികിത്സകളും ചെയ്തിട്ട് ഭേദമാകാതെ കഷ്ടത്തിലും പ്രയാസത്തിലും ആയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ആരും സഹായമില്ലാതെ ഇരുന്ന ഒരു കാലഘട്ടം. വിഗ്രഹങ്ങളെ ആരാധിച്ചും സേവിച്ചും കുമ്പിട്ടും വണങ്ങിയും കിടന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീ വന്ന് യേശുവിനെ കുറിച്ച് എൻ്റെ മാതാവിനോട് പറയുകയും എൻ്റെ മാതാവ് ഒരു പെന്തക്കോസ് അനുഭവത്തിൽ ഒരു സഭയ്ക്ക് കടന്നുപോയി ആ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മാതാവിൻ്റെ മേൽ കടന്നു വന്നു. അന്നു മുതൽ രക്ഷയിലേക്ക് എൻ്റെ മാതാവ് കടന്നു വരികയും ആ രക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു സന്തോഷത്തെ കർത്താവ് തരുവാൻ ഇടയായി തീർന്നു. എൻ്റെ മാതാവ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആരും അറിയാതെ സഭയിൽ കടന്നുപോയി. വീട്ടിലും എൻ്റെ പിതാവ് ഉപദ്രവം ആരംഭിച്ചു. മദ്യപാനിയായി മാറി എൻ്റെ പിതാവ്. ഞങ്ങൾ കിടന്ന സ്വത്തുക്കളെല്ലാം, വസ്തുവെല്ലാം എൻ്റെ അപ്പൻ വിറ്റ് മൊത്തം കുടിച്ച് തീർത്ത് ബന്ധുക്കളോടൊപ്പം ഞങ്ങളെ ഒരു റൂമിനകത്ത്, എൻ്റെ അപ്പൻ്റെ നാട്ടിൽ ഒരു റൂമിനകത്ത് ഞങ്ങൾ 5 പേരും അപ്പനും ആയിട്ട് താമസിച്ച് വർഷങ്ങളോളം. ഒരു റൂമിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ഭക്ഷണം കഴിക്കുന്നത് എല്ലാം ഒരു റൂമിൽ തന്നെയാണ്. പക്ഷേ സമാധാനമില്ലാതെ ഞങ്ങളുടെ കുടുംബം വളരെയധികം ഭാരപ്പെട്ടു. എൻ്റെ ചേട്ടന്മാരുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ വിദ്യാഭ്യാസമെല്ലാം നഷ്ടപ്പെട്ടു. അപ്പൻ എപ്പോഴും കുടിയും കുടിയും വീട്ടിൽ ഭയങ്കര വഴക്കാളിയും, എൻ്റെ മാതാവിനെ അടിക്കുന്ന സ്വഭാവം. യേശുവിനെ അറിഞ്ഞതുകൊണ്ട് തലമുടി ചുറ്റിപ്പിടിച്ച് റോഡിൽ വലിച്ചഴയ്ക്കുകയും ചാണാക്കുഴിയിലേക്ക് വലിച്ചെറിയുകയും ചാരം വാരി കണ്ണിലിട്ട് മാതാവിനെ നന്നായി ഉപദ്രവിക്കുകയും, അങ്ങനെ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ കുഞ്ഞുനാൾ മുതലേ ഞാൻ കണ്ടു തുടങ്ങിയത്. വീട്ടിലൊരു സ്വസ്ഥതയുമില്ല, സമാധാനമില്ല, സന്തോഷമില്ല, കറക്റ്റ് ആഹാരമില്ല. എത്രയോ ദിവസം യേശുവിനെ അറിഞ്ഞതുകൊണ്ട് സഭയിൽ പോയെന്നുള്ള പേര് കൊണ്ട് എൻ്റെ മാതാവിനെ ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ശരിക്കും പറഞ്ഞൊരു ഒരു പ്രാന്തിയായ എൻ്റെ ഒരു മാതാവിനെ ആ അസുഖത്തിൽ നിന്ന് യേശു എൻ്റെ മാതാവിനെ വിടുവിച്ചതുകൊണ്ട് അവരുടെ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഹൈന്ദവ മാർഗത്തിലൊരു പൂജാരി കുടുംബത്തിൽ ക്ഷേത്രം വെച്ച് ആരാധിച്ച്, കുടുംബക്ഷേത്രം വെച്ച് ആരാധിച്ച് വഴിപാടുകളും നേർച്ചകളും കാഴ്ചകളും കുരുതിയും കൊടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലിരുന്ന് യേശുവിനെ ആരാധിക്കാൻ പോയതുകൊണ്ട് അവർ ഞങ്ങളെ അധികമായി ഉപദ്രവിക്കുകയും എൻ്റെ മാതാവിനെ ഉപദ്രവിക്കുകയും ചെയ്തു. എൻ്റെ മാതാവ് പക്ഷേ ആ ഭാഗങ്ങളിലെല്ലാം ദൈവത്തെ ആരാധിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് ഒരല്പം പോലും പിന്മാറാതെ കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങനെ പോയതുകൊണ്ട് വീട്ടിൽ നിന്ന് പലവിധമാകുന്ന പ്രശ്നം. വീട്ടിൽ ആഹാരം തരരുതെന്നായി. രണ്ടാമത് ഞങ്ങൾ എത്രയോ ദിവസം പട്ടിണി കിടന്നു. അഥവാ എൻ്റെ മാതാവ് കഷ്ടപ്പെട്ട് എവിടെന്നെങ്കിലും ജോലി ചെയ്തെന്തെങ്കിലും ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ അതിനെ എൻ്റെ അപ്പൻ അടിച്ചു തകർത്ത് സമാധാനവും സ്വസ്ഥതക്കേടും വരുത്തി ഇരുന്ന ഒരു കാലഘട്ടം. ഞാൻ ഇന്നും ഓർക്കുന്നു, വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പട്ടാളക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ വീട്ടിൽ 2-3 പശുത്തൊട്ടിയുണ്ട്. പശുത്തൊട്ടിയിൽ നിന്ന് കാടിത്തൊട്ടി, ഈ മൃഗങ്ങൾക്കെല്ലാം വെള്ളം കൊടുക്കുന്ന ഒരു കാടിത്തൊട്ടി. ആ ദേശത്തിലുള്ള മനുഷ്യരെല്ലാവരും തങ്ങളുടെ പഴയ വേസ്റ്റ് ഫുഡെല്ലാം കൊണ്ടുവന്ന് അവിടെ അമ്മയെ കൊടുക്കുന്നത്.
പക്ഷെ വിശന്ന് തളർന്ന് ഞാനും എൻ്റെ സഹോദരങ്ങളും ഞങ്ങൾ അതിൽ നിന്ന് വാരി എത്രയോ ദിവസം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ രാത്രി എൻ്റെ പിതാവ് വരുമ്പോൾ അപ്പൻ്റെ സഹോദരി ആഹാരം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കും. ഞങ്ങൾ വിശന്ന് പട്ടിണിയോടെ കിടക്കുമ്പോൾ എൻ്റെ അപ്പൻ രാത്രി വന്ന് ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ഈ ആഹാരത്തിൻ്റെ മണം കൊണ്ട് ഭക്ഷണം തേടി ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ അപ്പൻ വിളക്ക് ഊതി അണച്ച് ഈ ഭക്ഷണം ഒറ്റയ്ക്കിരുന്ന് കഴിച്ചിട്ടഴിച്ചു പോയിട്ടുള്ള ദിവസങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആ സമയങ്ങളിലെല്ലാം എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം ഞങ്ങൾക്കൊരു മാറ്റം തരും എന്ന് ഞങ്ങളെ വിശ്വസിപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതിനെ തുടർന്ന് വീട്ടിൽ സമാധാനവും സ്വസ്ഥതയില്ലാതായപ്പോൾ എൻ്റെ അമ്മയുടെ നാട് കേരളമാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. പക്ഷേ അമ്മയുടെ സ്വത്തും വസ്തുക്കളെല്ലാം എൻ്റെ അപ്പൻ നഷ്ടപ്പെടുത്തി. ഒരു സെൻറ്റ് പോലും ബാക്കി വയ്ക്കാതെ എല്ലാം നഷ്ടപ്പെടുത്തി. അമ്മയ്ക്ക് സുഖമില്ലാതെ വരുമ്പോൾ, അസുഖം വരുമ്പോൾ എൻ്റെ അപ്പം വന്ന് ഇതെല്ലാം എഴുതി ഒപ്പിട്ട് മേടിച്ച് വിറ്റ് പൈസ കൈക്കലാക്കി. അങ്ങനെ ഒരു രൂപ പോലും ബാക്കി വയ്ക്കാതെ, സ്വത്തോ വസ്തുവോ പണമോ ബാക്കി വയ്ക്കാതെ എല്ലാം നഷ്ടപ്പെടുത്തി ഇരിക്കുമ്പോൾ ഞങ്ങൾ ആ നാട്ടിൽ കിടന്നു കഴിഞ്ഞാൽ മരിച്ചു പോകുമെന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ, അല്ലെങ്കിൽ ഒന്നീ ഞങ്ങൾ മരിക്കണം, അല്ലെങ്കിൽ പുള്ളി ഞങ്ങളെ കൊല്ലും, എൻ്റെ അപ്പൻ ഞങ്ങളെ കൊല്ലും, ആ അവസ്ഥയിൽ വന്നപ്പോൾ ഞങ്ങൾ 5 മക്കളെയും, ആൺമക്കളാണ് ഞങ്ങൾ. ഒരു ദിവസം വീട്ടിലുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം വിറ്റുപിറക്കി വണ്ടിക്കൂലിക്ക് മാത്രം പൈസ എടുത്ത് മാർത്താണ്ഡത്തിൽ നിന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ എൻ്റെ മാതാവ് ഞങ്ങളെ ട്രെയിനിൽ നിന്ന് എടുത്ത് താഴേക്കിട്ട് കൊന്നുകളയാം. അത്രയ്ക്കൊരു വിഷമത്തോടുകൂടെ കയറുമ്പോൾ ഞങ്ങൾ ആ ട്രെയിനിൽ വെച്ച് എൻ്റെ അമ്മയോട് കാല് പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അമ്മയെ നോക്കിക്കൊള്ളാം. അങ്ങനെ ഞങ്ങളുടെ യാത്ര തിരുവനന്തപുരത്ത് വന്നിറങ്ങി. കുറച്ച് പഴം തുണികളുമായിട്ട് നാടോടികൾ പോകുന്നത് പോലെ ട്രെയിനിൽ നിന്ന് വെളിയിലിറങ്ങി തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഒരു ഹോട്ടലിൽ കയറി. അന്ന് ഒരു ഊണിന് 7 രൂപയെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. 7 രൂപ ഒരു ഊണ് വാങ്ങി ഞാനും അമ്മയും ഞങ്ങൾ 5 മക്കളും കൂടെ കഴിച്ചിട്ട് ഞങ്ങളെയും കൊണ്ട് എൻ്റെ അമ്മ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് യാത്രയായി. തിരുവനന്തപുരത്ത് ടൗണിൽ നിന്ന് ആനാടെന്ന് പറയുന്ന സ്ഥലം വരെയും ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് എൻ്റെ അമ്മ കൊണ്ടുപോയി. രാവിലെ ഞങ്ങൾ യാത്ര തിരിച്ചത് രാത്രിയായി, സന്ധ്യയായി. ഞങ്ങൾ നടന്ന് ഞങ്ങളവിടെ കൊണ്ടുവന്ന് ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നെത്തിയപ്പോൾ സന്ധ്യയ്ക്ക് ഞങ്ങളൊരു വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഞങ്ങളെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, നാടോടികൾ വന്ന് നിൽക്കുന്നു, എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിടണം. അങ്ങനെ ആ പെൺകുട്ടി പൈസ എടുക്കാൻ വേണ്ടി അവരുടെ അമ്മയുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ പൈസയുമായിട്ടൊരു സ്ത്രീ വെളിയിലേക്ക് വന്നു. അത് എൻ്റെ അമ്മയുടെ അനുജത്തിയായിരുന്നു. എൻ്റെ അമ്മയെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. വീട്ടിൽ ഞങ്ങൾക്ക് അഭയം നൽകി. ഞങ്ങൾക്ക് വിശന്നിരുന്ന് ഞങ്ങൾക്ക് നിറച്ച് ആഹാരം തന്നു. ഞങ്ങൾ കഴിച്ച് ഉറങ്ങാൻ പോകുന്ന സമയത്ത് രാത്രിയായി കുറച്ച് ഇരുട്ടിയപ്പോൾ ആ കുടുംബത്തിലെ കുടുംബനാഥൻ കടന്നു വന്നു. അദ്ദേഹം പരിപൂർണ്ണ മദ്യപാനിയാണ്, അമ്മയുടെ സഹോദരിയുടെ ഭർത്താവ്. പുള്ളിക്കാരൻ കടന്നു വന്ന് ഞങ്ങളെ കണ്ടപ്പോൾ അമ്മയെ കോപിതനായി. പുള്ളിക്കാരൻ എൻ്റെ അമ്മയെ കണ്ടിട്ട് പറഞ്ഞു, നിനക്ക് തരേണ്ട സ്വത്തും വകയെല്ലാം നിനക്ക് തന്നു, പക്ഷേ നീ യേശുവിനെ തേടിപ്പോയെടുത്തൊന്നും നിനക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ അധികമായി വഴക്ക് പറഞ്ഞു. എൻ്റെ അമ്മയോട് പറഞ്ഞു, നാളെ ഞാൻ ജോലി കഴിഞ്ഞ് ഈ നേരത്ത് ഇവിടെ വരുമ്പോൾ ഈ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിനെയും പിറക്കി കിണറ്റിനകത്തിട്ട് എല്ലാത്തിനെയും കൊന്നുകളയും. അങ്ങനെ ഒരു വാക്കും പറഞ്ഞ് പുള്ളി അന്ന് രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി ഒരു അവസരം തന്നു. അന്ന് പിറ്റേന്ന് നേരം വെളുത്ത് ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് അമ്മയുടെ അനുജത്തി കൊണ്ടുവിട്ടു. എന്നാൽ അവിടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ മക്കളുമായിട്ട് ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ട് ഞങ്ങളെ ഉപദ്രവിക്കുകയും ഞങ്ങളുടെ ആ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തിറക്കി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് അഭയം പ്രാപിച്ചു. ഞങ്ങളെ അവിടെ നിർത്തി. അവർക്ക് മക്കളൊന്നുമില്ലായിരുന്നു, പക്ഷെ ഞങ്ങളെ മക്കളെപ്പോലെ കാണുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. വളരെ സന്തോഷിച്ചു. എൻ്റെ അമ്മ അതിനിടയ്ക്ക് കൂലിപ്പണിക്ക് വേണ്ടി കടന്നുപോയി, പാറ വടിക്കാനും കൂലി ജോലിക്ക് പോയി. എൻ്റെ മൂത്ത ചേട്ടന്മാർ 2 പേരും പഠിച്ചിട്ടില്ല. അവർ
കൂലി വേലയ്ക്ക് എൻ്റെ അമ്മയോടൊപ്പം സഹായിക്കാൻ വേണ്ടി കടന്നുപോയി. രാത്രി അവർ ജോലി ചെയ്തിട്ട് വരുമ്പോൾ കിട്ടുന്ന പൈസയ്ക്ക് അരിയും മേടിച്ച് ഞങ്ങൾക്ക് കഞ്ഞിയും ഉണ്ടാക്കി തരുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. ആ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ ആ വീട്ടിലിരുന്ന് കഞ്ഞി ഉണ്ടാക്കി പകുതി വെന്തതേ ഉള്ളൂ. ആ കുടുംബനാഥൻ രാത്രി കഞ്ഞിയെ തൂക്കിയെടുത്ത് നട റോഡിൽ കൊണ്ട് ചെന്നൊരു മണ്ണിട്ട തട റോഡാണ്. ഈ റോഡിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, നീ നിൻ്റെ 5 മക്കളും കൂടെ ഇതിൽ വിഷം കലക്കി കുടിച്ചിട്ട് ചത്ത് കളയാൻ വേണ്ടി ആ കുടുംബനാഥനും എൻ്റെ അമ്മയുടെ ചേച്ചിയും പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ കണ്ണുനീരോടെ ആ കലം കഞ്ഞി എടുത്തുകൊണ്ട് ഒരു കടയുടെ തിണ്ണയിൽ കൊണ്ടുവന്ന് വെച്ചു. ഞങ്ങൾക്ക് വേണ്ടി ആ അമ്മ കരഞ്ഞും കൊണ്ട് ആ പകുതി വെന്ത കഞ്ഞി അന്ന് രാത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പി തന്നിട്ട് എൻ്റെ മാതാവ് അവിടെ ഇരുന്ന് കരയുവാനിടയെ തീർന്നു. ആ കടവരാന്തയുടെ ഇരിപ്പ് അന്ന് മുതൽ വർഷങ്ങളോളം ഞങ്ങൾ ആ കടത്തിണ്ണയിൽ ഞങ്ങളുടെ വീടാക്കി ഞങ്ങളായിരുന്നു. ഒരു സാരി എടുത്ത് മറച്ച് അതിനകത്ത് പാത്രങ്ങളെല്ലാം വെച്ചു ഞങ്ങൾ കഞ്ഞി വെച്ച് കുടിക്കുന്ന ഒരു സമ്പ്രദായം. രാവിലെ അമ്മയും 2 ചേട്ടന്മാരും ജോലിക്ക് പോകും. ഞങ്ങൾ 3 പേര്, ഏറ്റവും ഇളയവൻ പാൽ കുടിക്കുന്ന പ്രായമാണ്. അവനെ അമ്മ കൊണ്ടുപോയി ഒരു മരത്തിൽ തൊട്ടിലുണ്ടാക്കി അതിൽ കെട്ടി ഇട്ടിട്ട് അവർ ജോലി ചെയ്യും. ഞങ്ങൾ വിശന്ന് തളർന്നിരിക്കുന്ന സമയത്ത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു നിവർത്തിയില്ല. ആഹാരത്തിന് വകയില്ല, വസ്ത്രമില്ല, കുളിക്കാൻ സോപ്പില്ല, തലയിൽ തേക്കാൻ എണ്ണയില്ല. അങ്ങനെ ഒരു അനുഭവത്തിൽ ഞങ്ങളായിരുന്ന സമയത്ത് ഞങ്ങൾ തൊട്ടടുത്തുള്ള ചായക്കടയിൽ ആൾക്കാർ ആഹാരം കഴിച്ചിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കിക്കൊണ്ട് നിൽക്കും. ആരുടെയെങ്കിലും കണ്ണിൽ ദയ തോന്നി ഞങ്ങൾക്കൊരു ഭക്ഷണം വാങ്ങി തരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കാറുണ്ട്. പക്ഷെ ഒറ്റ മനുഷ്യരും അന്നൊന്നും ഒരു ആഹാരമോ ഞങ്ങൾക്കൊരാശ്വാസമോ തന്നിട്ടില്ലായിരുന്നു. ഒരാറുതൽ പോലും അവർ പറയാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരായിരുന്നു. പക്ഷേ അങ്ങനെ വിശന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറയാം, ആ ചായക്കടയിൽ കഴിച്ചിട്ടിട്ടേച്ച് പോകുന്ന ആ വേസ്റ്റ് വാരി പലപ്പോഴും ഞങ്ങൾ എടുത്തും കൊണ്ട് ഓടുമായിരുന്നു. ആൾക്കാർ കഴിച്ചിട്ടിട്ട് പോയ വേസ്റ്റ് ഞങ്ങൾ എടുത്തുകൊണ്ട് ഓടി ആൾ കാണാതെ മാറി ഇന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായപ്പോൾ ആ ചായക്കടക്കാരൻ ദേഹത്ത് ചൂടുവെള്ളം കോരി ഒഴിച്ച് ഞങ്ങളെ ഓടിക്കും. അങ്ങനെ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ സമയങ്ങളിലെല്ലാം എൻ്റെ ഈ അമ്മ നന്നായി പ്രാർത്ഥിക്കുന്നവളായിരുന്നു. ഞങ്ങൾ നെടുമങ്ങാട് നിന്ന് ആലുക്കുഴി, പച്ചമല, തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് നിന്ന് തിരുവനന്തപുരം നന്ദിയോട് പഞ്ചായത്തിൽ ആലുക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൽ ആ സ്ഥലത്തിലാണ് കടവരാന്തയുടെ തിണ്ണയിൽ വർഷങ്ങളോളം കിടന്നുറങ്ങിയത്. ആ നാട്ടുകാരെല്ലാം ഇന്നും ഞങ്ങൾ ആശ്ചര്യത്തോടെ നോക്കാറുണ്ട് ഞങ്ങളെ ദൈവം വിടുവിച്ചത് ഓർക്കുമ്പോൾ. പഴയകാല ഓർമ്മകൾ ഇന്നും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ആ റോഡ് വഴി നടന്ന് കാറിൽ വാഹനത്തിലൊക്കെ പോകുമ്പോൾ ഇറങ്ങി അവിടെ പലരോടും ഞങ്ങളുടെ വിശേഷം അവർക്കൊക്കെ ഞങ്ങളെ വലിയ കാര്യമാണ്. ഇന്നും അവരൊക്കെ ഞങ്ങൾ ഓർക്കാറുണ്ട് ആ പഴയ കാര്യങ്ങൾ. അപ്പോൾ ആ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്ന്, തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടിൽ നിന്നൊരു 1-1.5 മണിക്ക് ഒരു ബസ് ഞങ്ങളുടെ ഈ ഗ്രാമത്തിലേക്ക് വരും. അതിലേക്ക് ഡ്രൈവറും കണ്ടക്ടറും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണപ്പൊതിയുമായിട്ട് അവർ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ ആവശ്യത്തിന് കഴിച്ചിട്ട് വേസ്റ്റ് അവർ എടുത്ത് ദൂരേക്ക് എറിയുമ്പോൾ വിശന്ന് തളർന്നിരിക്കുന്ന ഞങ്ങൾ ആ ഭക്ഷണത്തെ, ബാക്കി വന്ന ഭക്ഷണം ഞങ്ങളെടുത്ത് കഴിച്ച് വിശപ്പടക്കിയിട്ടുള്ള ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ രാത്രിയെല്ലാം എൻ്റെ അമ്മ ഉറങ്ങാതെ വണ്ണം ഞങ്ങൾക്ക് വേണ്ടി ആ കടവരാന്തയുടെ തിണ്ണയിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ആ രാത്രി നെടുമങ്ങാട് സ്റ്റാൻഡിൽ നിന്ന് രാത്രി 9:30 ഒരു ബസ് ഈ ഗ്രാമത്തിൽ വരും, ഞങ്ങൾ താമസിക്കുന്നിടത്ത്. അതിലെ ഡ്രൈവറും കണ്ടക്ടറും മഴ സമയത്ത് ഞങ്ങളെ ബസ്സിൽ കയറി കിടക്കാനുള്ളൊരു അനുവാദം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയോ വർഷം ബസ്സിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. രാവിലെ 5:30 ആകുമ്പോൾ അവിടെ നിന്ന് ആ ബസ് പുറപ്പെടും. അപ്പോഴും ഞങ്ങൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി മാറിക്കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കിന്നും ഓർമ്മയുണ്ട്, അവിടുത്തെ നഴ്സറിയിലെ ഒരു ആൻറ്റി, മായ ആൻറ്റി എന്ന് പറയുന്ന ഒരു ആൻറ്റി ഞങ്ങളെ കണ്ടിട്ട് പറഞ്ഞ് ഈ പിള്ളേരെ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുവന്ന് നഴ്സറിയിൽ കൊണ്ടിരുത്തി. നഴ്സറിയിലിരുത്തുമ്പോൾ നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ഉപ്പുമാവും കഞ്ഞിയും കുടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. നഴ്സറിയിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന് സ്കൂളിലാക്കുമ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ ഒക്കെ ടീച്ചറിനോട് പറയും ഞങ്ങളെ സ്മെല്ലടിക്കുന്നു, നാറുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ താഴെ ഇറക്കിയിരുത്തും. ഞാനും എൻ്റെ അനുജനും
താഴെ ഇരുന്നാണ് പഠിച്ചത്. 2 ചേട്ടന്മാരും പഠിച്ചിട്ടില്ല. അവർ പറഞ്ഞു ഞങ്ങളുടെ അനുജന്മാരെ പഠിപ്പിച്ചാൽ മതി, കാരണം അവർക്ക് അതിനുള്ള സാഹചര്യമില്ല. അമ്മയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് അമ്മ എൻ്റെ ചേട്ടന്മാരുടെ പഠിത്തം നിർത്തി. ആമേ. അപ്പോൾ ആ സമയങ്ങളിൽ നിറയെ ട്രസ്റ്റുകാരും കത്തോലിക്ക CSA ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഞങ്ങളെ തേടി ഒരുപാട് പേര് വന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോട് കൂടെ നിന്നാൽ നിങ്ങൾക്ക് വീട് വെച്ച് തരാം, സ്ഥലം മേടിച്ച് വീട് വെച്ച് തരാം, പിള്ളേരെ പഠിപ്പിക്കാം. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ഞങ്ങളിനി ഒരു കാര്യത്തിലും പുറകിലോട്ട് ഞങ്ങൾ വരത്തില്ല. യേശു ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ ഇതിനു വേണ്ടിയേ നിൽക്കത്തുള്ളൂ, ഞാനും 5 മക്കൾ. അപ്പോഴവരൊക്കെ പറഞ്ഞിട്ട് പോയി, നീ നിൻ്റെ 5 മക്കൾ ഈ തെരുവിൽ കിടന്ന് മരിച്ച് പുഴുത്തു പോവും, പുഴുത്തു നാറും, ആരും നിൻ്റെ ശരീരം പോലും എടുത്തുകൊണ്ട് പോകാൻ വരത്തില്ല. അപ്പോൾ എൻ്റെ അമ്മയുടെ വിശ്വാസം, അമ്മ പറഞ്ഞു, ഞാനും എൻ്റെ മക്കൾ ഇവിടെ കിടന്ന് മരിച്ചാലും നിങ്ങളാരും വന്ന് വിഷമിക്കേണ്ട, ഏതൊക്കെ ഓപ്പറേഷനിലെന്ന് വണ്ടി വന്ന് ഞങ്ങളുടെ ബോഡി എടുത്തുകൊണ്ട് പോയി ഞങ്ങളെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും മറവിയും, ഞങ്ങൾക്ക് അതിനൊരു വിഷമവുമില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയുടെ ഭയങ്കര വിശ്വാസവും പ്രാർത്ഥനയ്ക്കൊന്നും കുറവില്ല. അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു ദിവസം ഞാനും എൻ്റെ സഹോദരങ്ങളും കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തെരുവിൽ നിന്ന്, കടവരാന്തയിൽ നിന്ന് ഒരു മെലിഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. കയ്യിലൊരു പൊതിയുമായി ആ മനുഷ്യൻ കടന്നു വന്നു. ഞങ്ങൾക്ക് ആ പൊതി തന്നു. കുറച്ച് ഭക്ഷണമായിരുന്നു. ഞങ്ങൾ നിൽക്കുന്നത് കണ്ടിട്ട് ചായക്കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ കൂടെ ഇരുന്ന് ഞങ്ങളത് കഴിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, ഈ ഇന്ന സഭയിൽ നിന്ന് വരുന്നതാണ്, ആ സഭയിൽ പാസ്റ്ററാണ് ഞാൻ, അവിടെ ഒരു ആരാധനയുണ്ട്, അമ്മയും കൂട്ടി സഹോദരങ്ങളെയും കൂട്ടി നിങ്ങൾ ഞായറാഴ്ച വരണമെന്ന് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞിട്ട് പോയി. ഈ വിവരം വൈകുന്നേരത്ത് മാതാവ് വന്നപ്പോൾ, എൻ്റെ അമ്മ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു. അമ്മ ആ ഞായറാഴ്ച ഞങ്ങൾ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങളും ഇട്ട് ഞങ്ങൾ വളരെ ബലഹീനമായി ഞങ്ങൾ ആ സഭയ്ക്ക് പോയി. അന്ന് ഞങ്ങൾ കണ്ടത് ഓല ഷെഡാണ്, 4 ചുറ്റും മറച്ച് ഒരു ചെറ്റക്കുടിലാണ്, 4 ചുറ്റും മറച്ച് ഓല കൊണ്ടുള്ള ഒരു ഷെഡ്, താഴെ ചാണകം ഒഴുകിയ ഒരു സഭ. ഒത്തിരി പേരുണ്ട്. ഞങ്ങളതിൻ്റെ അകത്ത് ചെന്നിരുന്നു, അമ്മ ആരാധിച്ചു. അപ്പോൾ ആ ദൈവദാസൻ ഞങ്ങളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറയും, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങൾക്കൊരു മാറ്റം തരും, വ്യത്യാസം തരും എന്നൊക്കെ എൻ്റെ അമ്മയോട് ഞങ്ങളെയൊക്കെ പ്രാർത്ഥിക്കുക. അത് ഞങ്ങൾക്ക് വളരെ ആഗ്രഹം തോന്നി. കാരണം ഞങ്ങളെല്ലാവരും ഒഴിവാക്കിയാണ് വിടാറുള്ളത്. ഞങ്ങളുടെ തലയിൽ കൈവച്ച് കീറി മുഷിഞ്ഞ് ഈ ഡ്രസ്സും ഇട്ടുകൊണ്ട് ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് വർഷങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിൽ. ആ ഡ്രസ്സ് കീറി പറഞ്ഞത് ആരെങ്കിലും പഴയ ഡ്രസ്സ് തന്നാൽ അതിട്ടുകൊണ്ടാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസം ഞങ്ങൾ നടത്തിയത്. ഒരു പുസ്തകം മേടിച്ച് ഞാനും എൻ്റെ അനുജനും പഠിക്കും, അങ്ങനെ ഒരു കാലം. പക്ഷേ ആ ദൈവദാസൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും വിടുതലുമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അത് മാറ്റിമറിച്ചു. സഭയിൽ പോയതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് എൻ്റെ മാതാവ് ഞങ്ങളെ കൂട്ടിയിരുത്തി പാടി പ്രാർത്ഥിച്ച്, ആ തെരുവിലിരുന്ന് പാടി പ്രാർത്ഥിച്ച്, അതിനുശേഷം ഞങ്ങൾ ഉള്ള കഞ്ഞിയും കുടിച്ച് ആ റോഡ് സൈഡിൽ ഞങ്ങൾ കിടക്കുമായിരുന്നു. അത് വർഷങ്ങളോളം നീണ്ടുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വളരെയധികം കഷ്ടപ്പെട്ട് എൻ്റെ അമ്മയും 2 ചേട്ടന്മാരും കൂടെ അധ്വാനിച്ച് ഒരു 2 സെൻറ്റ് സ്ഥലം മേടിച്ചു. ആ 2 സെൻറ്റ് സ്ഥലത്തിനകത്തേക്ക് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കടന്നു പോകുമ്പോൾ ആദ്യമായിട്ടൊരു വീടെന്നുള്ള സ്വപ്നത്തോടു കൂടെ ആ വീട്ടിനകത്തോട്ട് ചെല്ലുമ്പോൾ മണ്ണ് വച്ച് മറച്ചതായ ഒരു വീട്, മൺചുവര്, ഒരു ഓല കെട്ടിയ വീട്. ആ ഓലയൊക്കെ മേഞ്ഞിട്ട് ഒരുപാട് നാളായി, ആകാശം വരെ കാണാം. ഞങ്ങൾ ആ വാതിൽ തുറന്ന് അകത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. സ്വന്തം ഒരൊറ്റ മുറിയേ ഉള്ളൂ. അതൊരു ചെറിയൊരു ഇന്നത്തെ ഒരു ബെഡ്റൂമിൻ്റെ അത്ര പോലും വരത്തില്ല, ഒരു മുറി. അതിനകത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത് ആ വീട്ടിൻ്റെ ഒരു മൂലയിൽ ഒരു ബൈബിൾ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു. കാരണം അതിനു മുമ്പേ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു അമ്മച്ചിയാണ്, ഒരു വിശ്വാസി അമ്മച്ചിയാണ്. ആ അമ്മച്ചിയുടെ അമ്മച്ചിക്ക് മക്കളില്ല. അമ്മച്ചിയുടെ സഹോദരങ്ങളുടെ മക്കളെല്ലാം അമ്മച്ചി മരിച്ചതിന് ശേഷം ഈ വസ്തു ഞങ്ങൾക്ക് വിറ്റു. പക്ഷേ അതിനകത്ത് കിടന്ന പാത്രങ്ങൾ കാര്യങ്ങളെല്ലാം പറക്കിക്കൊണ്ട് പോയി. പക്ഷേ അമ്മച്ചിയുടെ ബൈബിള് മാത്രം അവർ എടുത്തുകൊണ്ട് പോയില്ല, അതവിടെ ഉണ്ടായിരുന്നു. ആ ബൈബിള് ഞങ്ങൾ ഡെയിലി അമ്മയെ പാടി പ്രാർത്ഥിച്ച് വായിച്ച് ഞങ്ങൾ അത് ഒരുപാട് വർഷം ആ പുസ്തകം ഞങ്ങൾ ഉപയോഗിച്ച് ആ വീട്ടിൽ വരുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ
മഴയൊക്കെ വരുമ്പോൾ ചോർന്നൊലിക്കും, വീടിനകം മുഴുവനും ചോർന്നൊലിക്കും. എൻ്റെ അമ്മ വീട്ടിൻ്റെ നടുക്കൊരു കുളം കുഴിച്ചിട്ട്, ഒരു കുഴി കുഴിച്ചിട്ട് ഈ വെള്ളം വരുന്നതിനനുസരിച്ച് കോരി മാറ്റിക്കൊണ്ടേയിരിക്കും. ഞങ്ങളുടെ തലയിൽ ചാക്കൊക്കെ ഇട്ട് മറച്ച് ഞങ്ങളെ സുരക്ഷിതമായിട്ടിരുത്തും. അതിൻ്റെ ഈ വീട്ടിൻ്റെ ഒരു സൈഡിൽ ഒരു മൂലയിൽ കിച്ചനാണ്. ഒരു മൂലയിൽ കിച്ചൻ്റെ ഒരു പോർഷൻ ഉണ്ടാക്കി ഇതിനകത്ത് തന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതും ഉറങ്ങുന്നതെല്ലാം ഇതിനകത്താണ്. അങ്ങനെ ഒത്തിരി കാലം ഞങ്ങൾ കഷ്ടപ്പെട്ട് ആ ഭവനത്തിൽ കഴിയുമ്പോഴാണ് എൻ്റെ അപ്പൻ ഞങ്ങളെ തേടി വരാൻ തുടങ്ങി. അപ്പൻ ഭയങ്കര കുടിയായി. ക്ഷേത്രത്തിലെ പൂജകൾ വഴിപാടുകളെല്ലാം വേറൊരാൾ അത് ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ പൂജകളും വഴിപാടുകളും സഹോദരങ്ങളുടെ ഇഷ്ടപ്രകാരം അപ്പൻ ജീവിച്ച് തളർന്ന് ഞങ്ങളെ തേടി ആരോ പറഞ്ഞ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് വന്നതാണ്. അങ്ങനെ ഞങ്ങളെ തേടി വന്ന് കുറച്ച് ദിവസം അമ്മ ഞങ്ങളെ കൂടെ അവിടെ വീട്ടിൽ താമസിച്ച് ജോലിക്ക് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് താൻ മദ്യപാനം തുടങ്ങി. പിന്നെ വീട്ടിനകത്ത് ഒരു പാസ്റ്റർക്കും വരാൻ പറ്റത്തില്ല. പാസ്റ്റർമാരെ ഉപദ്രവിക്കുന്നത്, തെറി വിളിക്കുന്നത്, വീണ്ടും എൻ്റെ അമ്മയെ തലമുടി ചുറ്റി വലിച്ചഴയ്ക്കുന്നത്, അടിക്കുന്നത്, നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഭയങ്കര പ്രശ്നങ്ങളും പ്രയാസങ്ങളും എൻ്റെ മാതാവ് അനുഭവിച്ചു കൊണ്ടേയിരുന്നു. അന്നും എൻ്റെ മാതാവ് അടിയും കൊണ്ടിട്ട് കരയുമായിരുന്നു. ഞങ്ങൾക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ മാതാവിനെ രക്ഷിക്കാൻ കഴിയാത്ത ഒരനുഭവമായിരുന്നു. അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരുന്ന ഭക്ഷണം, അരി, സാധനങ്ങൾ ഇതെല്ലാം വേവിച്ച് വയ്ക്കുന്ന സമയത്ത് അപ്പൻ ദൂരെ നിന്ന് കള്ളുകുടിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ ഈ ഭക്ഷണവും കൊണ്ട് എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് കഴിക്കാറുണ്ട് രാത്രി. ഇല്ലെങ്കിൽ അഥവാ അപ്പൻ സൈലൻ്റായിട്ടാണ് കുടിച്ചിട്ട് വരുന്ന ദിവസമാണെങ്കിൽ ഈ ചോറിനകത്തെല്ലാം മണ്ണോ എന്തെങ്കിലും വാരിയിട്ട് അല്ലെങ്കിൽ ഈ ഭക്ഷണത്തെ എടുത്ത് റോഡിലേക്ക് വലിച്ചെറിയും. റോഡിൻ്റെ സൈഡിലായി ഈ വസ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉപദ്രവം അധികമായി, പ്രശ്നങ്ങളുടെ മേലായി. ഞങ്ങളുടെ വിദ്യാഭ്യാസം തകർന്നുപോയി. ഞങ്ങളുടെ വിദ്യാഭ്യാസം, എൻ്റെ മൂത്ത ചേട്ടന്മാർ പഠിക്കാത്തത് കൊണ്ട് അവർ ഓരോ വീടുകളിൽ ജോലിക്ക് പോയി നിന്ന് അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് ഞങ്ങൾ പോകേണ്ട ഒരു അനുഭവത്തിലേക്ക് വന്നു. ഞങ്ങളുടെ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു. ദൈവദാസന്മാർ ഞങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരു ദൈവദാസൻ പറഞ്ഞു, ഒരു പ്രതികൂലം വരാൻ പോകുന്നു, അതുകൊണ്ട് വീട്ടിലൊരു പ്രാർത്ഥന വയ്ക്കണം. അങ്ങനെ അപ്പൻ ജോലിക്ക് പോയ നേരം നോക്കി ഞങ്ങൾ പ്രാർത്ഥന ക്രമീകരിച്ചു. എൻ്റെ മാതാവ് ഒരു ഉപവാസ പ്രാർത്ഥന. ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ ഉപവാസ പ്രാർത്ഥന തീർന്നു. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല, ഭക്ഷണമില്ല. പക്ഷേ എങ്കിലും ദൈവദാസന്മാരെ മാനിക്കുന്ന കാര്യത്തിൽ എൻ്റെ അമ്മ മുൻപന്തിയിലായിരുന്നു. അതുകൊണ്ട് എൻ്റെ മാതാവ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അന്ന് എനിക്കിന്നും അറിയാം, അപ്പവും ചമ്മന്തിയും ഉണ്ടാക്കി ദൈവദാസന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വയ്ക്കുന്നു. ദൈവദാസൻ കൈ കഴുകിയിട്ട് അകത്ത് വന്ന് ശകലമൊന്ന് എടുത്ത് വായിലേക്ക് വയ്ക്കുന്ന സമയത്ത് രാത്രി വരുന്ന അപ്പൻ അന്ന് നേരത്തെ വന്നു. എന്താണെന്നറിയില്ല. ഉടനെ തന്നെ വീട്ടിൽ വന്നപ്പോൾ പാസ്റ്റർ ഇരിക്കുന്നത് കണ്ടു. പാസ്റ്റർ ഷട്ടിൽ തൂക്കിയെടുത്ത് വീട്ടിൻ്റെ വെളിയിലേക്ക് വലിച്ചെറിഞ്ഞു, അടി കൊടുത്തു. പാസ്റ്റർ ബൈബിൾ പോലും എടുക്കാതെ അവിടെ നിന്ന് ഓടുകയായിരുന്നു. ഓടി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പാസ്റ്റർ പുള്ളിയെ കൊല്ലുമായിരുന്നു. അന്ന് ആ പ്രാർത്ഥനയിൽ എൻ്റെ ആ ദൈവദാസൻ ഒരു ദൂത് പറഞ്ഞു. ഇങ്ങനെയാണ് പറഞ്ഞു, നാളെ ഈ നേരം ഒരു 2-2:30 മണിയാകും. നാളെ ഈ നേരത്തിൽ വീട്ടിൽ 2 അനർത്ഥങ്ങൾ നടക്കും. പക്ഷേ മരണകരമായ അവസ്ഥകൾ കടന്നു വരും. അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ആമയെ പ്രാർത്ഥിക്കണമെന്ന് ദൈവദാസൻ പറഞ്ഞു. പിറ്റേ ദിവസം 3 മണിയാകുമ്പോൾ എൻ്റെ അമ്മ ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടി സിറ്റിയിൽ നെടുമങ്ങാടോട്ട് പോകുന്ന സമയത്ത്, ബസ്സിൽ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ബസ്സിലെ ബ്രേക്ക് പൊട്ടി വണ്ടി എന്നൊരു സ്കൂൾ കാമ്പൗണ്ടിലേക്ക് ഇടിച്ച്. പക്ഷേ പലർക്കും പരുക്കുണ്ടായി. എൻ്റെ മാതാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു. അന്ന് രാത്രി ഒരു 6-7 മണിയാകുമ്പോൾ, അന്ന് ടെലഫോണൊന്നുമില്ല. ഇത് ഒരു 88-90 കാലഘട്ടങ്ങളിലാണെന്ന് വിശ്വസിക്കും. അന്ന് ടെലിഫോണിൻ്റെ വലിയ ലഭ്യതയില്ല, വാഹനങ്ങളുടെ വലിയ ലഭ്യതയില്ല. എൻ്റെ അപ്പൻ അന്ന് ഒരു പാറപ്പണി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പാറയിൽ തമരടിക്കുന്ന ഒരു പരിപാടിയാണ്. പുള്ളി ഒരു വൈകുന്നേര സമയത്ത് ഒരു 5 നില പൊക്കം വരും ഈ പാറയുടെ മുകളിലിരുന്ന് പാറ അടിച്ച് തമര് നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഇറങ്ങി വന്ന് കരിമരുന്ന് തിരിയെല്ലാം എടുത്ത് മേളിലേക്ക് പോയി ഈ തമര് നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഈ തിരി കരിമരുന്നിൻ്റെ ഈ തിരി അറുക്കേണ്ടതിന് ബ്ലേഡ് കൊണ്ട് അറുക്കേണ്ടതിന് വരെ പാറ എടുത്ത് ഈ തിരിയെടുത്ത് വെച്ച് പാറയിൽ വെച്ച് വെട്ടിയപ്പോൾ പാറ തമ്മിൽ സ്പാർക്കിംഗ് ഉണ്ടായപ്പോൾ ഈ തമര് തീയുമായി തമര് പൊട്ടി ഈ വെടിയായി കഴിഞ്ഞപ്പോൾ ഈ വെട്ടിയ തിരിയെടുത്ത് കരിമരുന്ന് പാട്ടയ്ക്കകത്ത് ഇട്ടിട്ട് അപ്പോൾ ആ ഒരു 10-15 കിലോ ഉള്ള കരിമരുന്ന് പാട്ട, അതിനകത്ത് വെടിമരുന്ന്, ഇതെല്ലാം കൂടെ കത്താൻ തുടങ്ങി. കത്തി അപ്പൻ്റെ ദേഹം മുഴുവനും തീ പിടിച്ച് ഈ പാറയും വെടിയും പൊട്ടി. പുള്ളി 5ാമത്തെ നിലയിൽ നിന്ന് 5ാമത്തെ നില വരുന്ന അത്രയും ഹൈറ്റിൽ നിന്ന് പുള്ളി പാറയും കല്ലും ഒക്കെ ആയിട്ട് പുള്ളി അതിൻ്റെ മുകളിലൊന്ന് താഴേക്ക് ഇങ്ങോട്ട് പോന്നു. താഴേക്ക് വീണ് പുള്ളി വന്ന് നിലം പരിചയമായി, നിലത്ത് വീണു. അപ്പോൾ പുള്ളി ശരീരം മുഴുവനും ഇട്ടിരുന്ന ഡ്രസ്സ് കംപ്ലീറ്റ്, തലമുടി അതിൽ നിന്ന് ഉള്ളംകാൽ വരെ കത്തി മാംസം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. പക്ഷെ ഉള്ളിനകത്ത് അപ്പോഴും ഇദ്ദേഹം കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. എത്രയും പൊക്കത്തിൽ നിന്ന് വീണപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടെ കൂടി നിന്ന് പാറയിൽ ലോഡ് കയറ്റാൻ വന്ന ലോറിയെ കൊണ്ടുവന്ന് കുറേ വാഴ വെട്ടി അതിനെ ചതച്ച് പുള്ളി അതിൻ്റെ പുറത്ത് കിടത്തി. കുറേ വാഴ വെട്ടി അതിൻ്റെ ചാറ് പുറത്തൊക്കെ ഒഴിച്ച് പുള്ളിയെ കൊണ്ട് നേരെ മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് ലോറിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് പുള്ളിയെ കാഷ്വാലിറ്റിയിലിട്ടിരിക്കുമ്പോൾ മാറ്റിയിട്ടിരിക്കുക. കാരണം ഫുള്ള് കത്തിക്കരിഞ്ഞ് പുള്ളി അപ്പോഴും സംസാരിക്കുന്നു, ഓർമ്മയുണ്ട്, ഹാർട്ട് ബീറ്റ് ഉണ്ട്, ആകമെല്ലാം കത്തിപ്പോയി. മാംസം ഇങ്ങനെ തൊട്ടാൽ ഇളകി വരും, അങ്ങനത്തെ ഒരു ലെവലിൽ ഇരിക്കുക. പുള്ളി അവിടെ കിടന്ന് സംസാരിക്കുക. അപ്പോഴാണ് 7 മണിക്ക് ഞങ്ങൾക്ക് വാർത്ത കിട്ടി. പുള്ളി ഒരാൾ വന്ന് പറയുന്നു, ഇതേപോലെ പപ്പയ്ക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ അമ്മ നിലവിളിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോവുക, ഞങ്ങളെ ഇട്ടിട്ട്. അവിടെ ചെല്ലുമ്പോൾ സ്ട്രെച്ചറിലിട്ടിരിക്കുക, ഇനി മരിക്കും ആ അവസ്ഥയിലേക്ക് തള്ളിയിട്ടിരിക്കുക. പിന്നെ ഇദ്ദേഹം മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് മരിക്കുന്നില്ല എന്ന് കണ്ട് ഡോക്ടർമാരൊന്ന് മരുന്നൊക്കെ വെച്ച് കെട്ടി കൊണ്ടുവന്ന് 18ാമത്തെ മെഡിക്കൽ കോളേജ് 18ാമത്തെ വാർഡിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. പുള്ളി അവിടെ ഇട്ടിരിക്കുക. എന്നിട്ട് കെട്ടിപ്പൊതിഞ്ഞ് പുള്ളിയെ വെച്ചിരിക്കുക. അപ്പോൾ ഓരോ ദിവസവും നാറ്റം, ഈ മീന് നമ്മൾ തീയിൽ ചുട്ടെടുത്തതുപോലുള്ള സ്മെല്ല്, ഇറച്ചി ചുട്ടെടുത്ത സ്മെല്ല്, ആർക്കും പോകാൻ കഴിയത്തില്ല. എൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ മരുന്ന് മേടിക്കാൻ പൈസയില്ല, ആരും സഹായമില്ല, ഞങ്ങളെ നോക്കാൻ ആരുമില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് ഞങ്ങളുടെ കുടുംബമായി തീർന്നു. എൻ്റെ അമ്മ മെഡിക്കൽ കോളേജിലിരുന്ന് എൻ്റെ അപ്പനെ ശുശ്രൂഷിക്കാൻ വേണ്ടി കൂടെ നിന്നു. എൻ്റെ 2 ചേട്ടന്മാർ 2 വീടുകളായിട്ട് അവർ ഞങ്ങളെ നോക്കാൻ വേണ്ടി 2 വീടുകളിൽ ജോലിക്ക് വേണ്ടി കടന്നുപോയി. അവിടെ അവർക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും, കൊച്ചുന്ന പ്രായത്തിൽ പോയി മറ്റുള്ളവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരനുഭവം. ഞാനും എൻ്റെ 2 അനുജന്മാരുമായിട്ട് ഞങ്ങൾ വീട്ടിലുണ്ട്. ഞങ്ങൾ എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം ഒന്നും ഒരനുഭവമില്ല. രാവിലെ സ്കൂളിൽ പോകണം, ഞായറാഴ്ച ആ സമയങ്ങളിൽ ചർച്ചിലൊക്കെ പോകും, കറക്റ്റായി ചർച്ചിൽ പോകും. നല്ല കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങൾ വളർന്നു. പക്ഷേ എൻ്റെ അപ്പൻ ആ ആശുപത്രിയുടെ അപ്പൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗത്തുനിന്ന് മാംസം വെട്ടി മറ്റൊരു ഭാഗത്ത് ഒട്ടിക്കുന്നു, സ്കിന്ന് വെട്ടി അവിടെ ഒട്ടിക്കുന്നു. പുറം മുഴുവനും കാണാൻ കഴിയും. ഏകദേശം 1 വർഷത്തോളം എൻ്റെ അപ്പൻ ആ 18ാമത്തെ വാർഡിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടന്നു. എൻ്റെ അമ്മ രാവിലെ ഈ റോഡിൻ്റെ മുന്നിൽ നിന്ന് ആരോടെങ്കിലും യാചിച്ച് ഭിക്ഷയെടുത്ത് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് മരുന്ന് വാങ്ങിക്കൊടുത്ത് കൂടെ നിന്ന് രാത്രിയൊക്കെ അപ്പൻ്റെ തലയുടെ മേളിലിരുന്നിട്ട് പ്രാർത്ഥിക്കുക, അപ്പോൾ യേശുവേ ഈ മനുഷ്യൻ രക്ഷയിലേക്ക് വരണം, ഈ മനുഷ്യൻ ദൈവത്തെ അറിയണം. അങ്ങനെ ഒരു പ്രാർത്ഥനയായിരുന്നു എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ എൻ്റെ അമ്മയോട് അപ്പം പറയും, നിൻ്റെ യേശു കാരണമാണ് ഞാൻ ഈ കിടക്കുന്നത്. നമ്മൾ ആ പഴയ ദൈവത്തെ സേവിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. നിൻ്റെ യേശു കാരണം. എൻ്റെ ചവിട്ടും, ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തെറി വിളിക്കും, അപ്പോഴും ഉപദ്രവിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർമാർ അന്ന് പറയും, ഇതേത് ഇങ്ങനെ അന്ന് ചേച്ചി എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്, ഇയാൾ മരിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ലല്ലോ, ഇയാൾക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷൻ കൊടുത്ത് ഞങ്ങൾ കൊന്നു തരാം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മ പറയും, വേണ്ട, ഇദ്ദേഹം യേശുവിനെ അറിയണം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ എല്ലാ ശനിയാഴ്ചയും രാവിലെ അപ്പനെ ശുശ്രൂഷിച്ചതിന് ശേഷം എൻ്റെ മൂത്ത ചേട്ടൻ പിന്നെ മെഡിക്കൽ കോളേജിൽ കാവലിരിക്കും. ഞങ്ങളെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ട, പാല്, ബിസ്ക്കറ്റ്, ബ്രെഡ്
ഇതിങ്ങനെ ആ കാലഘട്ടങ്ങളിൽ എല്ലാ ദിവസവും കിട്ടും. ഇത് വാങ്ങി കൂട്ടി വെച്ചിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ഒരാഴ്ചത്തെ ഭക്ഷണമാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് എൻ്റെ അമ്മ തന്നിട്ട് അമ്മയെ തിരിച്ച് അമ്മ ആശുപത്രിയിലേക്ക് പോയി. ഞങ്ങൾ ഇതാണ് കഴിക്കുന്നത്. അപ്പോഴൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം പറയും, ഇപ്പോൾ ആംബുലൻസിൽ എൻ്റെ അപ്പനെ കൊണ്ടുവരും, മരിക്കും എന്നൊക്കെ, എൻ്റെ അപ്പം മരിക്കും. ഞങ്ങൾ 3 പേരും കർത്താവിൻ്റെ സന്നിധിയിൽ അന്നും പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ സ്കൂളിൽ കൃത്യമായിട്ട് കടന്നു ചെന്നു. പിന്നെ ഞങ്ങൾ കൊച്ചു ജോലിക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ, പേപ്പർ ടാപ്പിങ്ങിന് കൂടെ പോകാനും കറയെടുക്കാനൊക്കെ ഇങ്ങനെ പോയി. അങ്ങനെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. ആരും 1 രൂപ സഹായമില്ലാതെ സ്വന്തമായി അധ്വാനിച്ച് പുസ്തകങ്ങൾ വാങ്ങി, ബുക്ക് വാങ്ങി ഇങ്ങനെയൊക്കെ പഠിച്ചു. 1 വർഷത്തിന് ശേഷം എൻ്റെ അപ്പൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു മദ്യപാനമൊക്കെ മാറ്റണം. പുള്ളിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആ സമയങ്ങളിൽ പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഇനി മദ്യപിക്കരുത്, ഇനി ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഈ കാലിലെ വിരലുകളെല്ലാം തെറിച്ചു പോയി, പുള്ളിയുടെ കാലിലെ വിരലുകളെല്ലാം തെറിച്ചു പോയി ഈ ആക്സിഡൻറ്റിൽ. ഒത്തിരി പുള്ളി കഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിലും ആ സമയങ്ങളിലെല്ലാം പുള്ളി ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം എൻ്റെ ചേട്ടന്മാരും അമ്മയും കൂടെ ജോലി ചെയ്ത് പുള്ളിയെ നന്നായി നോക്കി. ഞങ്ങളപ്പോഴും പള്ളിയിൽ പോയിട്ട് ചർച്ചിൽ പോയിട്ട് വരുമ്പോഴും വാതിലടയ്ക്കുക, ഞങ്ങളത് ക്രൂരമായി മർദ്ദിക്കുക, അതും അപ്പോഴും ഉണ്ടായി. പിന്നെ ജോലിക്ക് കുറേശ്ശെ ജോലിക്ക് കടന്നുപോയി. പുള്ളി ദൈവത്തെ ആരാധിക്കാനൊക്കെ കടന്നു പോയതിന് ശേഷം ഞങ്ങൾ ആരാധനയ്ക്കോ പുള്ളി ജോലിക്കൊക്കെ പോയി പണം കിട്ടി തുടങ്ങിയപ്പോൾ പുള്ളിക്കാരന് കുറേശ്ശെ മദ്യപാനത്തിലേക്ക് തിരിച്ചു വന്നു. മദ്യപാനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ നാട്ടിൽ കിടക്കുന്ന ആർക്കും പുള്ളിയോടൊരു നല്ല സാക്ഷ്യമില്ല. രാത്രിയൊക്കെ ആകുമ്പോൾ എൻ്റെ അമ്മ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് ഒളിച്ചിരിക്കും. പല ആൾക്കാരും ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. കാരണം എന്ന് പറഞ്ഞാൽ അവരെ അടിക്കും. ആ ഒരു ലെവലിലേക്ക് എൻ്റെ അപ്പൻ വീണ്ടും വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ 2 ചേട്ടന്മാരും അമ്മയുടെ അധ്വാനവും പ്രയത്നവും വീണ്ടും ഒരു 2 സെൻറ്റ് സ്ഥലവും കൂടെ ഞങ്ങൾ മേടിച്ചു. ആദ്യം ഒരു 2 സെൻറ്റ് മേടിച്ചു, വീണ്ടും ഒരു 2 സെൻറ്റ് സ്ഥലവും കൂടെ മേടിച്ച് ഞങ്ങൾ അവിടെ അങ്ങനെ പാർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ 2ാമത്തെ ചേട്ടൻ പൂയപ്പള്ളിയിൽ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ അവനൊരു റൂം കൊടുത്തിട്ടുണ്ട്. അവൻ ആ റൂമിൽ കിടക്കാതെ രാത്രിയാകുമ്പോൾ അവൻ ടെറസിൻ്റെ മണ്ടയിലൊക്കെയാണ് ഉറങ്ങുന്നത്. അപ്പോൾ ആ വീട്ടിലെ അങ്കിള് ചോദിച്ചു, നീ എന്താ വിമലെ, നീ ആ വീട്ടിൽ റൂമിൽ കിടക്കാത്ത? അപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ അനുജന്മാർ ഈ മഴയത്ത് ഈ നനഞ്ഞ വീട്ടിലാണ് കിടക്കുന്നത്. അവൻ വിഷമിച്ച് പറയുമ്പോൾ ആ വീട്ടിലുള്ളവർ പറഞ്ഞു, നിനക്ക് ഈ വർഷം ഞങ്ങളൊരു വീട് വെച്ച് തരും. എൻ്റെ ചേട്ടൻ ജോലിക്ക് 2ാമത്തെ ചേട്ടൻ ജോലിക്ക് പോയതിന് ശേഷമാണ് ഞങ്ങൾ നല്ലൊരു ആഹാരം കഴിച്ചതും നല്ലൊരു വസ്ത്രം ഇട്ടതൊക്കെ ആ സമയത്താണ്. പുള്ളി ഇടേണ്ട വസ്ത്രം, പുള്ളിക്ക് കിട്ടുന്ന ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ആ വീട്ടുകാർ കൊണ്ടുവരുന്ന വസ്ത്രമെല്ലാം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് പുള്ളി ഞങ്ങൾക്ക് കൊണ്ടുവരുമായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ആഹാരം തന്ന 2ാമത്തെ ചേട്ടനെ നന്നായിട്ട് ഞങ്ങളെ നോക്കി. പുള്ളി ജീവിതത്തിൽ ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ പുള്ളിയിലൂടെ, ആ രക്ഷയിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. തൻ്റെ ഉറക്കം മതിയാക്കിയിട്ട് താൻ ഉടുക്കേണ്ടതിന് പകരം ഞങ്ങളെ ഉടുപ്പിച്ച് ഞങ്ങളെ സ്നേഹത്തോടെ കരുതുകയും പരിപാലിക്കുകയും, നല്ലൊരു ഡ്രസ്സ്, നല്ലൊരു ചെരുപ്പ്, നല്ലൊരു ഭക്ഷണം. എൻ്റെ 2ാമത്തെ ചേട്ടനാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് നല്ലൊരു ആഹാരവും നല്ലൊരു വസ്ത്രവും നല്ല മാന്യമായൊരു ജീവിതം ഞങ്ങൾക്ക് ഒരുക്കി തന്നത്. പുള്ളിക്കാരനെ ആ സമയങ്ങളിലൊക്കെ രാത്രി ആ ടെറസിൻ്റെ മണ്ടയിൽ ഉറങ്ങുമ്പോൾ ഈ വീട്ടിലെ കുടുംബനാഥൻ അദ്ദേഹം കരഞ്ഞും കൊണ്ട് ഇവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്കൊരു വീട് തരും. അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അവർ കുറച്ച് പൂയപ്പള്ളിയിൽ നിന്ന് കുറച്ച് സാറന്മാർ വിദേശത്തു നിന്നുള്ള ചില ഫണ്ടുകൾ കൊണ്ടുവന്നിട്ട് പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതി. അവർ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു വണ്ടി വന്നു നിന്നു. അപ്പോൾ കുറേ ഇഷ്ടികയും കുറച്ച് ഓടും കൊണ്ടുവന്ന് ഇറക്കി വെച്ചു. അപ്പം ഞങ്ങൾ ചോദിച്ചു, എന്തിനാ? എൻ്റെ അപ്പൻ ചോദിച്ചു, ഇതെന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കൊരു വീടുണ്ട്. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വീട് കൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ വീട് കെട്ടാൻ പറ്റത്തില്ല ഇത് വെച്ച്. ഞങ്ങളുടെ കയ്യിൽ 10 പൈസ ഇല്ല. അപ്പൻ വഴക്ക് പറഞ്ഞ് അവരെ ഓടിച്ചു.
അത്രയും സാധനം 1 വർഷം 2 വർഷം അവിടെ ഇരുന്ന് നനഞ്ഞു. വീണ്ടും ഈ സാറ് വീണ്ടും വന്ന് വീണ്ടും കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കി. അന്നത്തെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അന്നത്തെ ഒരു വലിയ വീട്, 2 ബെഡ്റൂമ്, 1 ഹാള്, 1 കിച്ചൺ, 1 ബെഡ്റൂം, ഇഷ്ടിക, ചുടുകല്ല്, പച്ചക്കല്ലും കൂടെ കെട്ടി അന്ന് ഓടിട്ട ഒരു വീട് ഞങ്ങൾ കെട്ടി പൂർത്തീകരിച്ച് അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ദിവസം തീരുമാനിച്ചു. അതിൻ്റെ പ്രതിഷ്ഠയുടെ 2 ദിവസത്തിന് മുമ്പേ എൻ്റെ അപ്പനൊരു ഒരു രോഗം വന്നു. വീണ്ടും ഒരു 3-4 മാസം എൻ്റെ അപ്പൻ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചു. എൻ്റെ അപ്പ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ച് അന്ന് ആ പ്രതിഷ്ഠ നടന്നില്ല. അന്ന് ഞങ്ങളുടെ പാസ്റ്റർ മാത്രം കടന്നു വന്ന്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അമ്മയും അപ്പയൊക്കെ ഹോസ്പിറ്റലിൽ. അന്ന് എൻ്റെ പാസ്റ്റർ ഇന്ന് കാഞ്ഞിരംകുളം ഓലത്താന്നി സഭയിൽ അസംബ്ലി സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജയചന്ദ്ര ബാബു പാസ്റ്റർ, പുള്ളി വന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളെ ആ വീട് പ്രതിഷ്ഠിക്കുവാനിടയെത്തുന്നു. ആ കർത്താവിൻ്റെ ദാസനാണ് ഞങ്ങളുടെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളെ എത്രയധികം കരുതുകയും ഞങ്ങളെ ദൈവവേഗത്തേക്ക് കൊണ്ടുവരികയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തത് ആ കർത്താവിൻ്റെ ദാസനാണ്. ഞങ്ങൾക്ക് കൈത്താങ്ങായി നിന്നത്. ഞാനിന്ന് സുവിശേഷ വേലയിൽ വരാനുള്ള മുഖ്യ പങ്കും ആ കർത്താവിൻ്റെ ദാസനാണ്. വെക്കേഷൻ ദിവസങ്ങൾ, സ്കൂൾ വെക്കേഷൻ ദിവസങ്ങളിൽ ആ കർത്താവിൻ്റെ ദാസൻ എന്നെയും കൊണ്ട് വിസിറ്റിങ്ങിന് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ആ വീട് ഞങ്ങൾ കെട്ടിയതിന് ശേഷം അപ്പം 6 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന് തിരിച്ചു വന്നു. വീണ്ടും മദ്യപാനവും പുകവലിയും ഈ വെറ്റിലയിടക്കവും അങ്ങനെ ഒരു പഴക്കത്തോടു കൂടെ പുള്ളി വീണ്ടും ജീവിച്ചു. പക്ഷേ കർത്താവ് വീണ്ടും, ഞാൻ 1999 കർത്താവിൻ്റെ വിളി കേട്ട് കർത്താവിൻ്റെ വിളി കേട്ട് ബൈബിൾ കോളേജിലേക്ക് ഞാൻ കടന്നു പോവുകയായിരുന്നു. 1999 ഞാൻ വേദപഠനത്തിന് വേണ്ടി ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് കടന്നു പോവുകയായിരുന്നു. ബാംഗ്ലൂർ പട്ടണത്തിൽ കടന്നുപോയി ഒരുപാട് കഷ്ടങ്ങളും സുവിശേഷ വേലയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സോപ്പിനോ എണ്ണയ്ക്കോ ഒരു പേസ്റ്റിനോ അസൈൻമെൻറ്റുകൾ എഴുതുന്നതിന് പേപ്പർ വാങ്ങാനോ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ, ആരും തരാനില്ല. അത്രയേറെ കഷ്ടപ്പെട്ട് പഠിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആൾക്കാർ, എൻ്റെ കൂടെ പഠിക്കുന്ന സഹോദരന്മാർ കുളിച്ചിട്ടിട്ടേച്ച് പോകുന്ന സോപ്പ് എടുത്ത് ഒതുക്കി ഒട്ടിച്ച് വെച്ചിട്ട് അതിനെടുത്ത് ഞാൻ കുളിക്കാറുണ്ട്. ആരെങ്കിലും തേച്ചിട്ടിട്ട് പോകുന്ന പേസ്റ്റിൻ്റെ ബാക്കി ഞാൻ ബ്ലേഡ് കൊണ്ട് അറുത്ത് അതെടുത്ത ഞാൻ ബൈബിൾ കോളേജിൽ ഞാൻ പഠനം പൂർത്തീകരിച്ചത്. അപ്പോൾ ആ സമയത്ത് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് എൻ്റെ BTH ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഫീസ് അടയ്ക്കാൻ നിവർത്തിയില്ലാതെ ടോയ്ലറ്റിൻ്റെ സെപ്റ്റിക് ടാങ്ക് കോരി ഞാൻ എൻ്റെ ഫീസ് അടച്ചിട്ടുണ്ട്. സുവിശേഷ വേല ചെയ്തും ആ സമയങ്ങളിൽ ഫീസ് അടച്ചിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് സുവിശേഷ വേല. ബാംഗ്ലൂർ പോകുമ്പോൾ ട്രെയിൻ ലോക്കൽ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ ടോയ്ലറ്റിൽ ഇരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വചനമാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഗ്രാജുവേഷനൊക്കെ കഴിയുന്ന ആ സമയങ്ങളിൽ ഞാൻ നാട്ടിലേക്ക് ലീവിന് വരുമ്പോൾ എൻ്റെ അപ്പൻ വീട്ടിലുണ്ട്. ഞാൻ എൻ്റെ അപ്പനോട് ചെന്ന് പറയും, അപ്പ ഞാൻ ഏതെങ്കിലും കവലയിലിരുന്ന് പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് എന്നോട് പറയും, ഏതെങ്കിലും സഭയിലോ കവലയിലോ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ വന്നിട്ട് നിൻ്റെ അപ്പനെ ആദ്യം നീ നന്നാക്ക്, എന്നിട്ട് ഞങ്ങളെ നന്നാക്കാൻ വാ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് വളരെ വിഷമം ഉണ്ടാവും. അപ്പം സഭയ്ക്ക് വരണം. അപ്പോൾ അവരുടെ കാല് പിടിച്ച് ഞങ്ങൾ സംസാരിക്കും. എൻ്റെ അമ്മ എന്നും പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയെ നന്നായി ഉപദ്രവിച്ചു, നന്നായി അടിച്ചു. ആഹാരം കിട്ടാതെയും ഒരു നല്ലൊരു വസ്ത്രം എൻ്റെ അപ്പം വാങ്ങിക്കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് എൻ്റെ അപ്പനോ അമ്മയോ ഒരു വസ്ത്രം വാങ്ങിത്തന്ന ഒരു ഓർമ്മ ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഈ അടുത്ത സമയത്ത് ഒരു ലുങ്കി കയ്യിൽ മേടിച്ചു കൊണ്ടുവന്ന് എനിക്കമ്മ തന്നിട്ട് പറഞ്ഞു, എൻ്റെ മോന് ഞാൻ ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല, അത് തന്നെ എൻ്റെ ഓർമ്മ, വേറെ ഒന്നും എൻ്റെ അമ്മ എനിക്ക് മേടിച്ചു തന്നിട്ടുള്ള, അപ്പനോ അമ്മയോ വാങ്ങി തന്നിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എൻ്റെ അമ്മ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. കാരണം തൻ്റെ ശരീരത്തിൽ നിന്നതായ ഭ്രാന്തിൻ്റെ അസുഖത്തെ യേശു ഒപ്പം വിടുവിച്ചു. ബോധമില്ലാതെ ബോധം കെട്ട് മണിക്കൂറുകളോളം ദിവസങ്ങളോളം ചിലപ്പം കിടക്കും. ആ അവസ്ഥയിൽ നിന്ന് യേശു ഒപ്പം വിടുവിച്ചു. ബന്ധുക്കളും ചാർച്ചക്കാരെല്ലാവരും ഉപേക്ഷിച്ചു. പക്ഷേ എൻ്റെ അമ്മ യേശുവിൽ കാണിച്ചൊരു വിശ്വാസമായിരുന്നു ഞങ്ങളെല്ലാം രക്ഷയിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു, നീ സഭയിൽ പ്രസംഗിക്കുമോ? എൻ്റെ മാതൃസഭയിൽ ഞാൻ പ്രസംഗിക്കും.
ഒരു ദിവസം എൻ്റെ അപ്പൻ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി കടന്നു വന്നു. ഞാൻ ആദ്യമായിട്ട് അപ്പൻ്റെ മുന്നിൽ പ്രസംഗിക്കുക. ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പനൊരു മാറ്റം ഉണ്ടായി. എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവഭാഗത്തേക്ക് വന്നു, നല്ലൊരു ആത്മീകനാക്കി മാറി. സ്നാനത്തിൻ്റെ തലേ ദിവസം എൻ്റെ അപ്പൻ നാട്ടിലേക്ക് പോയി, മാർത്താണ്ഡത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങളറിയുന്നില്ല. പോയിട്ട് പുള്ളി രാത്രിയാണ് തിരിച്ചു വന്നത്. അപ്പോൾ എൻ്റെ പാസ് ചോദിക്കുന്നുണ്ട്, അപ്പനവിടെ നാളെ സ്നാനപ്പെടേണ്ടതിന്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൻ രാവിലെ ബസ് കയറിപ്പോയി. രാത്രി ശനിയാഴ്ച രാത്രി വന്നിട്ട് അപ്പം പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു, അപ്പൻ എവിടെയാണ് പോയത്? പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ പണ്ട് അടിച്ചവരെയും ഉപദ്രവിച്ചവരെയും എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരികളോടൊക്കെ സഹോദരിയോടൊക്കെ ഞാൻ പോയി പറയാൻ വേണ്ടി പോയത് സ്നാനപ്പെടുന്നു എന്ന്. അങ്ങനെ പോയി സ്നാനപ്പെടുന്നു എന്ന് പറഞ്ഞ് എല്ലാവരോടത്തും പുള്ളി ചെന്ന് ക്ഷമ ചോദിക്കുന്നുണ്ട്. അവരോടൊക്കെ ക്ഷമ ചോദിച്ചപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞു, നിന്നെ അവൾ പെന്തക്കോസുകാരിയാക്കി മാറ്റിയോ? നീ ഇത് അനുഭവിക്കും. അപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു, എൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഇതൊക്കെ അനുഭവിച്ച് എന്നെ സ്നേഹിച്ച് ഇത്രയും മരണത്തിൽ നിന്ന് വിടുവിച്ചു. പ്രിയമുള്ള എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങളെ കൊണ്ടുവന്നു. എൻ്റെ അപ്പൻ സ്നാനപ്പെട്ട് കയറിയതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരെയായി കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങി. ഞങ്ങൾ 5 മക്കളും സ്നാനപ്പെട്ട് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളെ തന്നു. എൻ്റെ രണ്ടാമത്തെ ചേട്ടനാണ് ആദ്യം വിവാഹം കഴിച്ചത്. അവർക്ക് 2 പെൺകുഞ്ഞുങ്ങൾ. ഇന്ന് ദൈവകൃപയാൽ അവർക്ക് വീട്, വസ്തു, നല്ല വാഹനങ്ങൾ കർത്താവ് കൊടുക്കുവാനിടയെ തീർന്നു. മൂത്ത ചേട്ടനും വിവാഹം കഴിച്ചു, 2 കുഞ്ഞുങ്ങൾ, ഒരാണും ഒരു പെണ്ണും. അവർ വീട് വെച്ചു. നന്നായിട്ട് കർത്താവ് അവരുടെ മേസ്തിരി പണിയാണ്. കർത്താവിൻ്റെ കൃപയാൽ അവരനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ ആൾ ഞാനും ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്, മോളുണ്ട്. ഇപ്പോൾ +2 പരീക്ഷ കഴിഞ്ഞ് അവൾ നീറ്റിന് പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട പൈതലാണ്. അവൾ നന്നായി പാടും, നന്നായിട്ട് ഒരു പാട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട്, BBSന് വേണ്ടി പാട്ട് എഴുതിയിട്ടുണ്ട്, അവൾ ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. കർത്താവ് അങ്ങനെയൊക്കെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. എൻ്റെ 4ാമത്തെ അനുജൻ ഒരു പാസ്റ്ററാണ്. അവൻ കർത്താവിൻ്റെ വേലയിൽ ആദിവാസികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളാണ്. അനുഗ്രഹിക്കപ്പെട്ട 2 പാട്ടുകൾ എൻ്റെ അനുജൻ രചിക്കുവാനും അത് പുറത്തു വരുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങളാണ്. ഏറ്റവും ഇളയവന് 2 കുഞ്ഞുങ്ങളാണ്. കുടുംബമായിട്ടിരിക്കുന്നു. ദൈവസേനയിൽ അവന് ഒരു കൂലിപ്പണിക്കാരനാണെങ്കിലും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിപ്പാനും മാനിപ്പാനും ഇടയായി തീർന്നു. എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം കർത്താവ് ഞങ്ങൾക്ക് ഒരുപാട് മാറ്റം തന്നു. സ്വത്തുക്കൾ, വസ്തു തന്നു. സഹോദരങ്ങൾക്ക് വീട്, വസ്തു എല്ലാം കൊടുത്തു. കർത്താവ് എനിക്കും അതിനുള്ള വഴികളെ തന്നു, വാഹനങ്ങളെ തന്നു. ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ അപ്പൻ അപ്പന് ലിവർ ഡിസീസ്, കരൾ രോഗം വന്ന് അപ്പൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പേ അപ്പൻ ഒരു ദിവസം രാത്രിയിൽ എൻ്റെ അമ്മയുടെ മടിയിൽ കിടന്ന് പറഞ്ഞു, എനിക്ക് വല്ലാതെ വെപ്രാളം വരുന്നു. മടിയിൽ കിടന്ന് അമ്മയോട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുറച്ച് വെള്ളം ചോദിച്ചു. അമ്മ വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു. അമ്മയോട് 2 കൈയും എടുത്ത് കൂപ്പിയിട്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒക്കെ നന്നായിട്ട് നോക്കണം. നന്നായിട്ട് എൻ്റെ അപ്പൻ പറഞ്ഞു, ഞാൻ പോകുകയാണ്, പക്ഷേ എനിക്ക് പോകാൻ മനസ്സില്ല, എന്നാലും ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അമ്മ പ്രാർത്ഥിച്ചു. കുറച്ച് വെള്ളം അമ്മയെ കൊടുത്തു. ചിരിച്ചും കൊണ്ട് കണ്ണടച്ചു. ആമേൻ. ഇന്ന് എൻ്റെ പിതാവ് നിത്യതയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അതുപോലെ എൻ്റെ അമ്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നല്ലൊരു കൃപയാണ്. നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്. പിശാചിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാനും ഇന്നും ദൈവസഭയ്ക്ക് ഞങ്ങളുടെ കുടുംബം ഒരു അനുഗ്രഹമായിരുന്നു. ഞങ്ങളെ പട്ടിണിക്കിട്ടും ഞങ്ങളെ കഷ്ടപ്പെടുത്തി ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഞങ്ങളാക്കുമ്പോഴും ദൈവദാസന്മാർക്ക് വിളമ്പിയും കൊടുത്തും ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സതേൺ ഡിസ്ട്രിക്റ്റിലെ ഒരു ശുശ്രൂഷകരായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ബാംഗ്ലൂരിൻ്റെ പട്ടണത്തിലും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വേലയിലായിരിക്കാനും ശുശ്രൂഷിപ്പാനും സഭ പണിയുവാനും കെട്ടുവാനും ഇന്ന് ഞങ്ങൾ തെരുവോരങ്ങൾ പരസ്യങ്ങൾ നടത്തുവാനും ഒക്കെ കർത്താവ് ഇടയാക്കി തീർത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പൊതു ശുശ്രൂഷയിലാണ്. കൺവെൻഷൻ സ്റ്റേജുകളിലും പൊതു ശുശ്രൂഷയിലൊക്കെ കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു, ശോഭിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന്. പ്രിയ ദൈവജനമേ, ഞാനീ പറഞ്ഞത്
ഇന്ന് ഒരു പൂജാരിയുടെ കുടുംബത്തിനകത്ത് നിന്ന് കർത്താവ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച്, വിഗ്രഹങ്ങളുടെ ഇടയിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് സമാധാനവും സന്തോഷവും കർത്താവ് നൽകുവാനിടയെ തീർന്നു. ഞാൻ ഇന്ന് ഈ സാക്ഷി പറഞ്ഞത് എന്തോ ഒരു ഭൗതിക നന്മകൾ തരുമെന്ന് പറയുവാനല്ല ഞാൻ വിളിച്ചത്. യേശുവിനറിഞ്ഞ കുറേ ഭൗതിക നന്മകൾ തരുമെന്നല്ല, നിത്യരാജ്യത്തിൽ നിത്യതയിൽ നമ്മുടെ പേര് ചേർക്കപ്പെടുക, ആ സന്തോഷം, സ്വർഗരാജ്യത്തിൽ ലഭിക്കുന്ന സന്തോഷം, അത് നമുക്കൊരു വിടുതലാണ്, ഒരു നന്മയാണ്. ഞാനിന്ന് പറയട്ടെ, ഒരു സമയങ്ങളിൽ ഭക്ഷണമില്ല, ആഹാരമില്ല, വസ്ത്രമില്ലാതെ ഞങ്ങൾ ഒരുപാട് നിന്ദകളും പരിഹാസങ്ങളും, ഓരോ വീടും വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെടുമായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ധാരാളം കർത്താവ് തന്നു, ധാരാളം വസ്ത്രം, ആഹാരം എല്ലാം തന്നു. ഞങ്ങളുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിച്ചു. ഇന്ന് രാത്രി ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരോട് ഞാൻ പറയുന്നത്, യേശുവിൽ വിശ്വസിക്കുക. വചനം പറയുന്നു, ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ സകലതും തരാമെന്ന്. യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ പാതയെ പിന്തുടർന്ന്, യേശു അല്ലാതെ വേറൊരു ദൈവമില്ല, യേശുവിനെ മാത്രം നമ്മൾ ആരാധിച്ച് അവൻ്റെ പാത പിന്തുടരുന്നു എങ്കിൽ കർത്താവ് നമുക്ക് എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും തരും. ഇനി ഞങ്ങളുടെ തലമുറ ഇതിനേക്കാളും ശ്രേഷ്ഠകരമായി അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പൂജാരി കുടുംബത്തിലെ എല്ലാ വ്യക്തികളും പലരും ഇന്ന് പാസ്റ്റർമാരാണ്. ഇന്ന് ഒത്തിരി പേര് ദൈവവേലയിലാണ്. എൻ്റെ അപ്പൻ്റെ അനുജൻ്റെ മക്കൾ ദൈവവേലയിലാണ്. മറ്റ് അപ്പൻ്റെ ചേട്ടൻ്റെ മക്കൾ മുഴുവനും വിശ്വാസികളാണ്. ഇന്ന് എൻ്റെ അമ്മയെ അടിച്ച അപ്പൻ്റെ സഹോദരി ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നല്ലൊരു വിശ്വാസിയാണ്. ഇന്ന് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കർത്താവിൻ്റെ നാമം ഉയർത്തുവാനും പ്രസംഗിക്കുവാനും കർത്താവ് എനിക്കൊരു അവസരം തന്നു. ഇന്ന് ഞങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും, നിങ്ങളുടെ പ്രശ്നം ഏത് തന്നെയായാലും, സക്കായിയുടെ വീട്ടിൽ വന്ന യേശു, ശൗലിനെ പൗലോസാക്കി മാറ്റിയ യേശു, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തെ തന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യും, അതിശയങ്ങളെ ചെയ്യും. ഈ ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവിനെ മാത്രം ആരാധിക്കുക. മണ്ണിനെയും വിണ്ണിനെയും വിഗ്രഹങ്ങളെയും വിട്ടെറിഞ്ഞ് അബ്രഹാം ഇറങ്ങിയതുപോലെ നിങ്ങളും ഇറങ്ങുന്നുവെങ്കിൽ യേശു നിങ്ങളെ അനുഗ്രഹിക്കും. ഈ സാക്ഷി നിമിത്തം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമുണ്ടാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.